അങ്ങനെ രാവിലെ ഞാൻ പോകാനുള്ള ദിവസമാണെന്ന് രാവിലെ എണീച്ച് ചായ കുടിക്കുന്നു. കണ്ണൊന്നും അങ്ങോട്ട് വിരിഞ്ഞ് വരുന്നില്ല കേട്ടോ. അമ്മ ദാ രാവിലെ കുറച്ച് ചീരയൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. ഇവിടത്തേക്ക് കറി വയ്ക്കാനും കുറച്ച് ഞാൻ പോകുമ്പോൾ തന്നു വിടാനും കൂടെ ആയിട്ടാണ്. ചീരയൊക്കെ ദാ കാറ്റിലൊക്കെ താന്നും മറിഞ്ഞും ഒക്കെ കിടപ്പുണ്ട്. ചീര മാത്രമല്ല, കുറച്ച് കോവയ്ക്കയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് അപ്പച്ചിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഇത് മറ്റേ ഡിസൈൻ ഉള്ളതാണ്. കുറച്ച് അധികം ഉള്ളതുകൊണ്ട് എൻ്റെ കയ്യിലും കൂടെ കുറച്ച് തന്നു വിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മ നേരെ ദാ കോഴിക്ക് തീറ്റ കൊടുക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ട്. അമ്മയുടെ കൂടെ ഇറങ്ങി പോയപ്പോഴത്തേക്കാണ് അവിടെ ഫുള്ള് നമ്മുടെ കുമിള് നിൽക്കുന്നുണ്ട്. കൂണുണ്ടല്ലോ, എനിക്കാണെങ്കിൽ ഇത് ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. പോണതിന് മുമ്പ് ഇത് കറി വെച്ച് തിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കാണ് വേദനയോടെ സത്യം ഞാൻ മനസ്സിലാക്കിയത്. അമ്മ പറഞ്ഞു ഇത് 5 കുമിളാണ്, കഴിക്കാൻ കൊള്ളില്ല, നമ്മുടെ വിഷക്കുമിളുണ്ടല്ലോ അതാണെന്ന്. ഇന്നും നല്ല തെളിഞ്ഞ ആകാശത്തോടെ നിൽപ്പുണ്ട്. രാത്രി വരെ ഇങ്ങനെ നിന്നാൽ മതിയായിരുന്നു. ഈ ഒരു ചെടി നിങ്ങൾക്കറിയാമോ? എനിക്കും അറിയില്ലായിരുന്നു. അമ്മ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ മധുരക്കിഴങ്ങില്ലേ, ചില സ്ഥലങ്ങളിൽ ചീനിക്കിഴങ്ങെന്നൊക്കെ പറയും. എങ്ങനെയോ ഇവിടെ പൊടിച്ച് വന്നതാണ്. അതിൻ്റെ കിഴങ്ങ് ഉണ്ടാകോ ഇല്ലെന്നൊക്കെ നമുക്ക് ഇനി വഴിയെ കണ്ടറിയാം. നേരെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ദോശയായിരുന്നു കാപ്പിക്കും, അതും കുടിച്ചിട്ടും. ഇനിയാണ് ആ ഒരു മുഹൂർത്തം. എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ഒരു വൻ ടാസ്ക് ആണെന്നാണ് ചേട്ടാ എപ്പോഴും പറയുന്നത്. നിനക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഒരു കുഴപ്പമില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹസികം തന്നെയാണ്. അതങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ കല്യാണം കഴിഞ്ഞ ഗേൾസിനൊക്കെ അതൊക്കെ മനസ്സിലാവുള്ളൂ. എന്തായിരുന്നാലും സാരമില്ല, ഒരു ദിവസത്തേക്കെങ്കിലും വന്ന് നിൽക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാൻ എന്താ ഇവിടെ നിന്ന് ടാറ്റ പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ പോട്ടെ, നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.